Kerala 1, 2, 3, 4, 5. തിരുവനന്തപുരം പൂവാറിന് സമീപം ആവണാക്കുഴിയിൽ മുഖംമൂടി ധരിച്ചെത്തിയ ആളുകളുടെ ആക്രമണം. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റുവെന്ന് പോലീസ്. ചെങ്ങന്നൂർ ചെറിയനാട് റെയിൽവേ അടിപ്പാതയിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളക്കെട്ട് സ്ഥിരം പ്രശ്നമായതോടെ നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. അപകടം പതിവായതോടെയാണ് പഞ്ചായത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പദ്ധതി ആരംഭിച്ചത്. കൊല്ലം കുരീപ്പുഴ പ്ലാവറ ബോട്ട് സർവീസ് പുനരാരംഭിക്കണമെന്ന ആവശ്യം വാട്ടർ ട്രാൻസ്പോർട്ട് പാസഞ്ചേഴ്സ് അസോസിയേഷനാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രദേശത്തെ യാത്രക്കാരുടെ ദുരിതം അധികൃതർ അവഗണിക്കരുത് എന്നും അസോസിയേഷൻ. സംസ്ഥാനത്ത് മാർച്ച് വരെയുള്ള കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസ് റിപ്പോർട്ട് ചെയ്തത് മലപ്പുറം ജില്ലയിൽ. 117 കേസുകൾ മലപ്പുറത്ത് മാത്രം രജിസ്റ്റർ ചെയ്തെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. ഏറ്റവും കുറവ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇടുക്കിയിൽ. വീട്ടിലിരുന്ന് ജോലിയിലൂടെ വരുമാനമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടമ്മയിൽ നിന്ന് 17 ലക്ഷം തട്ടിയയാൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശി വെങ്കടേഷാണ് ആലുവ പോലീസിന്റെ പിടിയിലായത്. ആദ്യഘട്ടത്തിൽ ചെറിയ തുക നൽകിയ ശേഷം വീട്ടമ്മയുടെ പക്കൽ നിന്ന് പണം അപഹരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷമാണ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് നടക്കുന്ന ജില്ലാതല യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് ചെറുവണ്ണൂർ മലബാർ മെറീന കൺവെൻഷൻ സെന്ററിലാണ് യോഗം.